ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു കഥ ഉണ്ട്. അത് ഇപ്പോൾ പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അദ്കാറിൽ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം ഉദ്ധരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ സംഭവമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹിഫ്ളി സകാത്തി റമളാന. റമളാൻ മാസത്തിൽ ശേഖരിച്ച സക്കാത്തിൻ്റെ ധാന്യങ്ങൾ അത് കാക്കാൻ, അത് സൂക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. അത് രാത്രി കാലഘട്ടത്ത് സൂക്ഷിക്കാൻ, ആരും കള്ളന്മാരൊന്നും വന്ന് എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ വേണ്ടി രാത്രികാലം വാച്ച് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ അവിടെ നിർത്തി. അചാനി ആത്തിൻ, അന്നേരം ഒരാൾ വന്നു. ഫജഅല യഹ്ഫു മിന തആമി, അവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സക്കാത്തിൻ്റെ ഭക്ഷണങ്ങളിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, മോഷ്ടിക്കാൻ. അത് നീണ്ട സംഭവമാണ്. ആ ഹദീസിൽ കാണാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതാണ് നമ്മുടെ വിഷയം. ഇന്നത്തെ ഈ ഒരു ദിക്ർ പഠിപ്പിക്കുമ്പോൾ, ഇദാ അവൈത ഇലാ ഫിറാഷിക ഫഖ്റ ആയത്തുൽ കുർസി, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി നീ ഓതണം. ഫഇന്നഹു ലൻ യസാല മഅക മിനല്ലാഹി തആല ഹാഫിളുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, എന്നും നീ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സംരക്ഷണമുണ്ടാകും. വലാ യഖ്റുബക ശൈത്താനുൻ, രാത്രി ഓതിക്കഴിഞ്ഞാൽ പിശാച് അടുക്കുകയില്ല. ഹത്താ തുസ്ബിഹ, രാവിലെ പ്രദോഷ സമയം വരെ അടുക്കുകയില്ല. രാവിലെ വരെ പിശാചിന് നിൻ്റെ അടുത്ത് വരാൻ കഴിയില്ല. ആ ഹദീസിൽ കാണാം, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖക വഹുവ കദൂബുൻ എന്ന് പറഞ്ഞാൽ, ആ ചരിത്രത്തിൽ പറയുന്നത് ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി ഈ പിശാച് അബൂ ഹുറൈറയോട് പറയുകയായിരുന്നു. ആ പറഞ്ഞ സംഭവം, ഇത് പറഞ്ഞത് ശൈത്താനാണല്ലോ, പിശാചാണല്ലോ, പിന്നെ എങ്ങനെ ശരിയാകുക എന്നൊരു സംശയമുണ്ട്. അതിന് മറുപടി പറയുകയാണ്, സദഖക വഹുവ കദൂബുൻ, അവനെന്നും കളവ് പറയുന്നവനാണ്, പക്ഷെ ഇന്ന് പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാക്ക ഷൈത്താനുൻ, ആ വന്ന ആൾ ഷൈത്താനായിരുന്നു.